Gplates പ്രോജക്റ്റുകൾ എക്സ്പോർട്ട് ചെയ്യാം. Gplates സോഫ്റ്റ്വെയർ തുറക്കുക. ആവശ്യമായ ഫീച്ചർ കളക്ഷനുകൾ ഗ്ലോബിലേക്ക് ഉൾപ്പെടുത്തുക. ഹോമിലെ Gplates പ്രോജക്റ്റിൽ നിന്നും ആവശ്യമായ ഫീച്ചർ കളക്ഷനുകൾ ഉൾപ്പെടുത്താം. വൻകര ഭാഗങ്ങൾക്ക് നിറം നൽകുന്നതിനായി ഫിൽ പോളിഗൺ ടിക്ക് നൽകുക. ഗ്ലോബിലെ പസഫിക് ഫലകം നമുക്ക് അഭിമുഖമായി ക്രമീകരിക്കുക. അഗ്നിപർവ്വതങ്ങളാൽ ചുറ്റപ്പെട്ട പസഫിക് ഫലകത്തിലെ മേഖലയാണ് റിംഗ് ഓഫ് ഫയർ മേഖല. ഈ മേഖലയുടെ ചിത്രം SVG ഫോർമാറ്റിൽ എക്സ്പോർട്ട് ചെയ്ത് സൂക്ഷിക്കുന്നത് എങ്ങനെയെന്ന് നമുക്ക് നോക്കാം. അതിനായി റീകൺസ്ട്രക്ഷൻ മെനുവിൽ നിന്നും എക്സ്പോർട്ട് ക്ലിക്ക് ചെയ്യുക. രണ്ട് രീതിയിൽ എക്സ്പോർട്ട് ചെയ്യാവുന്നതാണ്. എക്സ്പോർട്ട് ടൈം സീക്വൻസ് ഓഫ് സ്നാപ്ഷോട്ട്സ്, എക്സ്പോർട്ട് സിംഗിൾ സ്നാപ്ഷോട്ട് ഇൻസ്റ്റൻറ്റ്. ഇവിടെ രണ്ടാമത്തെ രീതി തിരഞ്ഞെടുക്കുന്നു. ടാർഗറ്റ് ഡയറക്ടറി ചിത്രം സേവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സ്ഥലമാണ്. ഡെസ്ക്ടോപ്പ് തിരഞ്ഞെടുക്കുന്നു. ആഡ് എക്സ്പോർട്ടിൽ ക്ലിക്ക് ചെയ്യുന്നു. ആഡ് എക്സ്പോർട്ട് ജാലകത്തിൽ 4 ഭാഗങ്ങൾ കാണാവുന്നതാണ്. ചൂസ് ഡേറ്റ ടൈപ്പ് ടു എക്സ്പോർട്ട്, ചൂസ് ഔട്ട്പുട്ട് ഫയൽ ഫോർമാറ്റ്, കോൺഫിഗർ എക്സ്പോർട്ട് ഓപ്ഷൻസ്, സ്പെസിഫൈ ഔട്ട്പുട്ട് ഫയൽ നെയിംസ്. ഇതിൽ ചൂസ് ഡേറ്റ ടൈപ്പ് ടു എക്സ്പോർട്ട് എന്നതിൽ പ്രൊജക്റ്റഡ് ജോമെട്രീസ് ആൻഡ് റാസ്റ്റേഴ്സ് ക്ലിക്ക് ചെയ്യുന്നു. ഇത് ക്ലിക്ക് ചെയ്യുമ്പോൾ മാത്രമാണ് രണ്ടാമത്തെ ഓപ്ഷൻ ആക്റ്റീവ് ആവുന്നത്. ചൂസ് ഔട്ട്പുട്ട് ഫയൽ ഫോർമാറ്റ് എന്നതിൽ SVG ക്ലിക്ക് ചെയ്യുന്നു. SVG ക്ലിക്ക് ചെയ്യുമ്പോൾ മാത്രമേ കോൺഫിഗർ എക്സ്പോർട്ട് ഓപ്ഷൻസ് ആക്റ്റീവ് ആവുന്നുള്ളൂ. ഇവിടെ ആവശ്യമെങ്കിൽ ചിത്രത്തിൻ്റെ റെസൊല്യൂഷൻ മാറ്റാവുന്നതാണ്. സ്പെസിഫൈ ഔട്ട്പുട്ട് ഫയൽ നെയിം എന്നതിൽ ചിത്രത്തിന് കൊടുക്കുവാൻ ഉദ്ദേശിക്കുന്ന പേര് ടൈപ്പ് ചെയ്യുന്നു. OK അമർത്തുന്നു. എക്സ്പോർട്ട് സ്നാപ്ഷോട്ട് ക്ലിക്ക് ചെയ്യുമ്പോൾ ചിത്രം എക്സ്പോർട്ട് ചെയ്തിരിക്കുന്നതായി കാണാവുന്നതാണ്. ഇനി നമുക്ക് ജാലകം ക്ലോസ് ചെയ്യാം. ചിത്രം ഡെസ്ക്ടോപ്പിൽ ദൃശ്യമാണ്.